സമയം മണിക്കൂറുകൾ കടന്ന് ഗതിവേഗം മുന്നോട്ട്. വായൊന്ന് തുറക്കാതെ ഭക്ഷണം പോലും കഴിക്കാതെ അവർ ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. കലോത്സവ കാലത്തെ കഥകളി വേദിയിലെ പതിവ് കാഴ്ചയാണിത്. കഥകളിക്കായി ചുട്ടികുത്താൻ തുടങ്ങിയാൽ കുറഞ്ഞത് 3 മണിക്കൂറെങ്കിലും എടുക്കും പൂർത്തിയാകുവാൻ. അതുവരെ ക്ഷമയോടെയുള്ള കാത്തിരിപ്പിന്റെ നിമിഷങ്ങളാണ്. കഥകളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് ചുട്ടികുത്തുക. മനുഷ്യ ആയ കഥാപാത്രങ്ങളെ അതിഭാവുകത്വമുള്ള കഥാപാത്രങ്ങളാക്കി മാറ്റലാണ് ഒരു ചുട്ടിക്കാരൻ്റെ ധർമ്മം. ചുട്ടിക്കലാകാരൻ മുഖത്ത് ചുട്ടിയിടാൻ ആരംഭിച്ചാൽ മണിക്കൂറുകൾ അനങ്ങാതെ കിടക്കണം. ചിലർ ഉറങ്ങിപ്പോകാനും സാധ്യതയുണ്ട്. ചെറിയ ചലനങ്ങൾ പോലും ചമയത്തിനെ ബാധിക്കാം. അതിനാൽ തന്നെ ഏകാഗ്രതയും ക്ഷമയും വേണം കലാകാരന്. ലോകത്തിലെ ഏറ്റവും കട്ടി കൂടിയ മേക്കപ്പിൽ ഒന്ന് എന്നുള്ള രീതിയിൽ ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ഒന്നാണ് കഥകളി ചുട്ടി. പച്ചരിയും ചുണ്ണാമ്പും ചേർത്ത ഒരു മിശ്രിതം കൊണ്ട് ഒരു പച്ചവേഷം ഒരുങ്ങാൻ ഏറ്റവും ചുരുങ്ങിയത് 2 മണിക്കൂർ നേരം ഒരു കലാകാരൻ ചിത്രവും ശില്പവും ചേർന്ന ഒരു മേക്കപ്പ് രീതിയാണ് കഥകളി ചുട്ടി. ഒരു പക്ഷേ കഥകളിയുടെ അണിയറയിലെ സമർപ്പിതമായ ഒരു ജീവിതം തന്നെ ചുട്ടിക്ക് വേണ്ടി ഒരു കലാകാരൻ ശ്രമിക്കണം. ഭക്ഷണമില്ലാതെ സമയത്തോടെ ശ്രദ്ധയോടെ. ഇപ്പം ഒരു കഥകളി വേഷക്കാരൻ വായു തുറക്കാൻ പാടില്ല, ചുട്ടി കുത്തിയ വായു തുറക്കാൻ പാടില്ല. കാരണം അരി ഉണങ്ങുന്നത് വരെ, ചുട്ടി ഉണങ്ങുന്നവരെ തുറക്കാൻ പാടില്ല എന്ന് പറയും. അപ്പോൾ കഥകളി പോലുള്ള കലാരൂപങ്ങൾക്കെല്ലാം, ഇന്ത്യൻ ക്ലാസിക്കൽ കലകൾക്കെല്ലാം നല്ല ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആർജിച്ചെടുക്കാൻ പറ്റുള്ളൂ. കഥകളി ആത്മസമർപ്പണത്തിന്റെയും ത്യാഗത്തിന്റെയും കല കൂടിയാണ്. വർഷങ്ങൾ നീണ്ട കഠിന പരിശീലനത്തിലൂടെ സ്വായത്തമാക്കിയ കല. അത് ജീവവായു പോലെ ഈ പുതുതലമുറയുടെ ഭാഗമായി മാറിയിരിക്കുന്നു. കലോത്സവ വേദിയിൽ നിന്നും ബിജു മുരളീധരനോടൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്.